KSEB നിയമന നിരോധനത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒഴിവുകളുടെ വിശദാംശങ്ങൾ തേടി KSEB CMD ബിജു പ്രഭാകറും രംഗത്തെത്തി. രേഖകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ട് ഇംപാക്ട്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 18-ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത വാർത്തയാണിത്. KSEBയിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതിനെയാണ് റിപ്പോർട്ടർ നിയമന നിരോധനം എന്ന് പറഞ്ഞത്. പിന്നാലെ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ KSEBയും വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയും രംഗത്തെത്തി. പക്ഷേ വിവരം പുറത്തറിയിച്ചെന്ന പേരിൽ HRM ചീഫ് എഞ്ചിനീയറെ മാറ്റുകയും ചെയ്തു. നിയമന നിരോധനം തന്നെയാണ് PSCയിൽ നടക്കുന്നതെന്ന് തെളിയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് ഇന്ന് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, 750-ലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് സബ് എഞ്ചിനീയേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് കൊടുത്ത പരാതിയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം. ഈ നിർദ്ദേശപ്രകാരം KSEB HRM ചീഫ് എഞ്ചിനീയർ KSEB സെക്രട്ടറിക്ക് കൊടുത്ത നോട്ടാണിത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടെന്നും പുനഃസംഘടനയുടെ പേരിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന നിർദ്ദേശമുണ്ടെന്നും ഈ നോട്ടിൽ KSEB CMD ബിജു പ്രഭാകർ ഒഴിവുകളുടെ വിവരം തേടി കുറിപ്പെഴുതി. പുനഃസംഘടനയുടെ മറവിൽ കുറേ കാലമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ നിയമന നിരോധനം നടത്തുന്ന KSEBക്ക് ഇനി നടപടിയെടുക്കേണ്ടി വരും. സബ് എഞ്ചിനീയർമാർ മാത്രം 250 ഒഴിവുകളാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 450 ഒഴിവുകളും വർക്കർമാരുടെ 1000-ലേറെ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KSEBയിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പൂഴ്ത്തിവെച്ചപ്പോൾ അത് നിയമന നിരോധനമെന്ന് വാർത്ത വന്നപ്പോൾ KSEBയ്ക്കും വകുപ്പ് മന്ത്രിക്കും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.